Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. Lazaro Academy, Aviation, Logistics and Paramedical, Payyannur, Mattanur. Glass Palace, MM Road, Pilathara, Kannur. നമസ്കാരം. നെറ്റ്വർക്ക് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. പാലക്കോട് മണൽത്തിട്ട രൂപപ്പെട്ടതിനാൽ പാലക്കോട് ചൂട്ടാട്ട് അഴിയിലൂടെയുള്ള യാനങ്ങളുടെ സഞ്ചാരം ആഗസ്റ്റ് 1 മുതൽ 2 ആഴ്ചത്തേക്ക് ജില്ലാ കലക്ടർ നിരോധനം ഏർപ്പെടുത്തി. ജില്ലാ ഭരണകൂടത്തിന്റെ ഈ പ്രതികാരാത്മകമായ നടപടി പിൻവലിക്കണമെന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ അഴിമുഖത്തടിഞ്ഞ മണൽ നീക്കം ചെയ്യൽ പ്രവൃത്തി അടിയന്തിരമായി ആരംഭിക്കുമെന്ന് പയ്യന്നൂർ കല്യാശ്ശേരി MLA-മാരുടെ സാന്നിധ്യത്തിൽ രാമന്തളി പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനം. കഴിഞ്ഞ ദിവസം അന്തരിച്ച പയ്യന്നൂരിലെ പ്രമുഖ കോൺഗ്രസ് നേതാവ് M. നാരായണൻകുട്ടിയുടെ കുടുംബത്തെ KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫും രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യും സന്ദർശിച്ചു. M. നാരായണൻകുട്ടിയുടെ വിയോഗം കോൺഗ്രസ് പാർട്ടിക്ക് തീരാ നഷ്ടമെന്ന് നേതാക്കൾ. തെയ്യങ്ങളുടെ നാട്ടിൽ കുട്ടിത്തെയ്യങ്ങളുടെ കാലം കൂടിയാണ് കർക്കടകം. പഞ്ഞമാസം എന്ന് വിളിപ്പേരുള്ള കർക്കടകത്തിൽ ആദിവ്യാധികൾ അകറ്റി ഐശ്വര്യപൂർണമായ ചിങ്ങത്തെ വരവേൽക്കാനായാണ് ആടിവേടൻ തെയ്യം വീടുകളിലേക്ക് എത്തുന്നത്. കയാക്കിങ്ങിൽ വിസ്മയം തീർത്ത് പഴയങ്ങാടിയിലെ സ്വാലിഹ റഫീഖ് രാജ്യത്തിനു വേണ്ടി കയാക്കിങ്ങിൽ മെഡൽ നേടുക എന്ന ലക്ഷ്യത്തോടെ ഈ രംഗത്ത് പരിശീലനം നടത്തിവരികയാണ് സ്വാലിഹ. വിശദമായ വാർത്തകളിലേക്ക്. പുതിയങ്ങാടി ചൂട്ടാട്ട് പാലക്കോട് അഴിഭാഗത്ത് മണൽ അടിഞ്ഞുകൂടി വലിയ മണൽത്തിട്ട രൂപപ്പെട്ടിരിക്കുന്നതിനാൽ പാലക്കോട് ചൂട്ടാട്ട് അഴിയിലൂടെ യാനങ്ങളുടെ സഞ്ചാരം 2 ആഴ്ചത്തേക്ക് ജില്ലാ കലക്ടർ നിരോധനം ഏർപ്പെടുത്തി. ആഗസ്റ്റ് 1 മുതൽ 2 ആഴ്ചത്തേക്കാണ് നിരോധനം. പാലക്കോട് അഴിഭാഗത്ത് മണലടിഞ്ഞുകൂടി വലിയ മണൽത്തിട്ട രൂപപ്പെട്ടിരിക്കുന്നതിനാൽ പാലക്കോട് ചൂട്ടാട് അഴിയിലൂടെയുള്ള ചെറുവള്ളങ്ങളും ഇൻബോർഡ് വള്ളങ്ങളും ഉൾപ്പെടെയുള്ള മത്സ്യബന്ധന യാനങ്ങളുടെയും മറ്റ് എല്ലാ യാനങ്ങളുടെയും പ്രവേശനത്തിനും സഞ്ചാരത്തിനും ആഗസ്റ്റ് 1 മുതൽ 2 ആഴ്ചത്തേക്ക് ജില്ലാ കലക്ടർ നിരോധനം ഏർപ്പെടുത്തി. വലിയ തിരകൾ ഉണ്ടാകുന്ന സമയങ്ങളിൽ മണൽത്തിട്ടയിലേക്ക് ബോട്ട് കയറിപ്പോകുന്നതിനും മറിയുന്നതിനും ഇടയാകുന്നതിനാലും ദിനംപ്രതി അപകടങ്ങൾ ഉണ്ടാകുന്നതിനാലുമാണ് നിരോധനം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പാലക്കോട് അഴിമുഖം രാജ്മോഹൻ ഉണ്ണിത്താൻ MP സന്ദർശിച്ചു. മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയ ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതികാരാത്മകമായ നടപടി പിൻവലിക്കണമെന്നും അഴിമുഖത്ത് ഡ്രഡ്ജിംഗ് നടത്തി ഉടൻ ആരംഭിക്കണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആവശ്യപ്പെട്ടു. പുതിയങ്ങാടി ചൂട്ടാട് പാലക്കോട് അഴിമുഖത്ത് നിരവധി അപകടങ്ങളാണ് ഉണ്ടായത്. മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ നഷ്ടമായ സാഹചര്യത്തിൽ പ്രതിഷേധവുമായി മത്സ്യത്തൊഴിലാളികളും രംഗത്തിറങ്ങിയിരുന്നു. ഇതിന് ജില്ലാ ഭരണകൂടം പ്രതികാരാത്മകമായ നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് പട്ടിണിയിലായത്. ഉത്തരവ് പിൻവലിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നും MP പറഞ്ഞു. ഇവർ ഈ പാവപ്പെട്ട കടലിനെ കൊണ്ട് മാത്രം ഉപജീവനം നയിക്കുന്ന ഇവരെന്ത് അപരാധം ചെയ്തു ഇവരോട് പ്രതികാര നടപടി എടുക്കാൻ? അപ്പോ കളക്ടർ പറയുന്നത് പോലീസ് അനുവദിച്ചാൽ ഇതൊരു ഒത്തുകളിയാണ്. പോലീസ് ഓഫീസറെ ഞാൻ വിളിച്ചു, IG-യെ വിളിച്ചു, യതീഷ് ചന്ദ്രയെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു ഞാൻ പോലീസ് ഓഫീസറെ കളക്ടറെ കാണാൻ അയക്കാം, ജില്ലാ പോലീസ് തരത്തിലുള്ള ആളുകളെ. ഇതൊക്കെ എല്ലാം ടെക്നിക്കാലിറ്റി പറഞ്ഞ് ഇതൊക്കെ മുടക്കാൻ എളുപ്പമാണ്. പക്ഷേ ഇത് മത്സ്യത്തൊഴിലാളികൾ ഇളകിക്കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുന്ന ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഭരണാധികാരികളോട് ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ മണ്ണ് ഡ്രഡ്ജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള സംവിധാനം മാടായി പഞ്ചായത്ത് ചെയ്യും, ഡംപ് ചെയ്യാനുള്ള സംവിധാനം ചെയ്യും. എന്നാണോ മണ്ണെടുക്കുന്നത് അതുവരെ ഇവര് മത്സ്യബന്ധനത്തിന് പോകാൻ അനുവാദം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആലോചിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല. എന്തായാലും
തിങ്കളാഴ്ച രാവിലെ പാർലമെന്റ് പോകുമ്പോൾ വീണ്ടും ഈ ഇഷ്യൂ കേന്ദ്രമന്ത്രിയെ കണ്ട് നമ്മൾ അവതരിപ്പിക്കും. ഞാൻ ഇപ്പം തന്നെ സംസ്ഥാനത്തെ ഫിഷറീസ് മന്ത്രിയെ വിളിച്ച് വിവരം പറയും, റവന്യൂ മന്ത്രിയെ വിളിച്ചിട്ട് ഈ നിർദ്ദേശം ഞാൻ പറയും. അതിനുശേഷവും നമ്മൾ ഒരു പാർലമെന്റ് അംഗം എന്ന നിലയ്ക്ക് എനിക്ക് ചെയ്യാവുന്ന മുഴുവൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ മത്സ്യത്തൊഴിലാളികളുടെ പേരിൽ കള്ളക്കേസെടുത്ത് അവരെ പീഡിപ്പിച്ച് അവരെ ഈ ഇതിൽ നിന്ന് പിന്മാറ്റാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നെങ്കിൽ വ്യാമോഹം മാത്രമാണ്, അത് നടക്കാൻ പോകുന്നില്ല. ഒരു കാരണവശാലും അവരെ അങ്ങനെ ഇവിടെ പ്രളയം വന്നപ്പോൾ വെള്ളപ്പൊക്കം വന്നപ്പോൾ CRPFകാരും പരാജയപ്പെടുത്ത് മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ പോയ മത്സ്യത്തൊഴിലാളികളാണ്. ചൂട്ടാട് പാലക്കോട് അഴിമുഖത്തെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ മന്ത്രിയുമായും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തുമെന്നും MP ഉറപ്പു നൽകി. നിരവധി മത്സ്യത്തൊഴിലാളികളാണ് കടൽക്കരയിൽ തടിച്ചുകൂടിയത്. AG സുനിൽ പ്രകാശ്, SKP സക്കറിയ, സഹീദ് കായിക്കാരൻ, MP ഉണ്ണികൃഷ്ണൻ, അജിത്ത് മാട്ടൂൽ, ജോയ് ചൂട്ടാട്, SV ഫായിസ്, K ഷുക്കൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. 10 ദിവസത്തിനകം അഴിമുഖത്തടിഞ്ഞ മണൽ നീക്കം ചെയ്യൽ പ്രവൃത്തി ആരംഭിക്കും. പയ്യന്നൂർ കല്യാശ്ശേരി MLA-മാരുടെ സാന്നിധ്യത്തിൽ രാമന്തളി പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ അവലോകന യോഗം ചേർന്നു. പാലക്കോട് അഴിമുഖത്തടിഞ്ഞ മണൽ നീക്കം ചെയ്യൽ പ്രവൃത്തി അടിയന്തരമായി 10 ദിവസത്തിനകം തന്നെ ആരംഭിക്കുവാൻ തീരുമാനമായി. പാലക്കോട് ചൂട്ടാട്ട് ഹാർബറുകളോട് ചേർന്ന കടലിൽ മത്സ്യബന്ധന വള്ളങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായ സാഹചര്യത്തിലാണ് പയ്യന്നൂർ MLA ടി മധുസൂദനൻ, കല്യാശ്ശേരി MLA M വിജൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ രാമന്തളി പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ അവലോകന യോഗം ചേർന്നത്. മണലടിഞ്ഞ് അഴിമുഖം അടയുന്ന പ്രശ്നത്തിന് പരിഹാരം കാണാൻ അടിയന്തര പ്രാധാന്യത്തോടെ മണൽ നീക്കം ചെയ്യാൻ യോഗത്തിൽ തീരുമാനമായി. കെംഡലിനാണ് ഡ്രഡ്ജിംഗ് ചുമതല നൽകിയത്. ചെന്നൈയിൽ നിന്നും ഉപകരണങ്ങൾ എത്തിച്ചാണ് മണലെടുക്കുക. ഡ്രഡ്ജ് ചെയ്യുന്ന മണൽ നിക്ഷേപിക്കുന്നതിനായി മാടായി പഞ്ചായത്ത്, കുഞ്ഞിമംഗലം പഞ്ചായത്ത്, പയ്യന്നൂർ നഗരസഭ പരിധികൾക്കകത്തായുള്ള 3 സ്ഥലങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങളും യോഗത്തിനു മുൻപാകെ വന്നു. ഇതിൽ ഉചിതമായ സ്ഥലം തെരഞ്ഞെടുത്ത് മണൽ നിക്ഷേപം നടത്തും. കഴിഞ്ഞ വർഷത്തെ മണൽ നിക്ഷേപിച്ചത് ചെറുതാഴം പഞ്ചായത്തിലാണ്. ഈ മണൽ വിൽപ്പന നടത്തുവാനുള്ള നടപടി ഊർജിതമാക്കുവാനും യോഗം തീരുമാനിച്ചു. പാലക്കോട് പുലിമുട്ട് നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാൻ കരാറുകാരന് നിർദ്ദേശം നൽകുവാനും യോഗത്തിൽ തീരുമാനമായി. MLA-മാർക്കു പുറമെ രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ഷൈമ, മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് കായിക്കാരൻ, RDO CK ഷാജി, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി കളക്ടർ KV ശ്രുതി, തഹസിൽദാർ T മനോഹരൻ, ജിയോളജി, ഫിഷറീസ്, ഇറിഗേഷൻ വിഭാഗം ഉദ്യോഗസ്ഥരും യോഗത്തിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂരിലെ അന്തരിച്ച പ്രമുഖ കോൺഗ്രസ് നേതാവ് M നാരായണൻകുട്ടിയുടെ കുടുംബത്തെ KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫും രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യും സന്ദർശിച്ചു. M നാരായണൻകുട്ടിയുടെ വിയോഗം കോൺഗ്രസ് പാർട്ടിക്ക് തീരാ നഷ്ടമെന്ന് നേതാക്കൾ. M നാരായണൻകുട്ടിയുടെ നിര്യാണം കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമല്ല പയ്യന്നൂരിലെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു വലിയ നഷ്ടമാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP അഭിപ്രായപ്പെട്ടു. ശ്രീ നാരായണൻകുട്ടിയുടെ നിര്യാണം കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമല്ല പയ്യന്നൂരിലെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു വലിയ നഷ്ടമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അദ്ദേഹത്തിൻ്റെ സംതപ്ത കുടുംബാംഗങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കുന്നു. അവരുടെയും ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും ഞാൻ ഓരോ ഈ മരണാനന്തര കർമ്മങ്ങൾ നടക്കുമ്പോൾ ഓരോ നിമിഷവും ഞാൻ ഓരോരുത്തരെ വിളിച്ചുകൊണ്ടിരുന്നതാണ്. ഒരു വൻപിച്ച ജനാവലിയാണ് അദ്ദേഹത്തെ അവസാന യാത്രയയക്കാൻ വേണ്ടി ഇവിടെ തടിച്ചുകൂടിയത്. അതുതന്നെ ഇവിടുത്തെ ജനങ്ങളിൽ രാഷ്ട്രീയത്തിന് അതീതമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു വൈകാരിക ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. എക്കാലത്തും ഓർമ്മിക്കപ്പെടുന്ന കരുത്തനായ, ധീരനായ, സ്നേഹസമ്പന്നനായ പ്രവർത്തകനാണ് M നാരായണൻകുട്ടിയെന്നും അകാലത്തിലുള്ള വേർപാടിൽ കുടുംബത്തോടൊപ്പം പങ്കുചേരുന്നു എന്നും അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA പറഞ്ഞു. വേർപാട് വേദനാജനകമാണ്. ഈ വേർപാട് അകാലത്തിലാകുമ്പോൾ, അപ്രതീക്ഷിതമാകുമ്പോൾ ആ വേർപാടിൻ്റെ വേദന വർദ്ധിക്കുകയാണ്. ആ വേർപാടിൻ്റെ വേദന സഹിക്കുന്ന കുടുംബാംഗങ്ങളോടും ഇവിടുത്തെ ഭാര്യ, മക്കൾ, ബന്ധുമിത്രാദികളെല്ലാവരോടും ഞങ്ങളുടെ അനുശോചനം അറിയിക്കുകയാണ്. നാരായണൻകുട്ടി എന്നും ദീപ്തമായ ഒരു ഓർമ്മയായിരിക്കും പയ്യന്നൂരിലും കണ്ണൂരിലും കോൺഗ്രസിൻ്റേത് എന്ന് മനസ്സിലാക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തെയ്യങ്ങളുടെ നാട്ടിൽ കുട്ടിത്തെയ്യങ്ങളുടെ കാലം കൂടിയാണ് കർക്കിടകം. പഞ്ഞമാസം എന്ന വിളിപ്പേരുള്ള കർക്കിടകത്തിൽ ആദിവ്യാധികൾ അകറ്റി ഐശ്വര്യപൂർണമായ ചിങ്ങത്തെ വരവേൽക്കാനാണ് ആടിവേടൻ തെയ്യം വീടുകളിലെത്തുന്നത്.
കർക്കിടകമെന്നാൽ ഒരു കാലത്ത് തിമിർത്തു പെയ്യുന്ന മഴയുടെയും ദുരിതങ്ങളുടെയും രോഗപീഠകളുടെയും കാലമായിരുന്നു. ഇവയ്ക്കൊക്കെ ആശ്വാസമാകുമെന്ന വിശ്വാസവും പ്രതീക്ഷയും നൽകിയാണ് ഉത്തര മലബാറിൽ ആടിവേടനെന്ന കുട്ടിത്തെയ്യങ്ങൾ ദേശാടനം ആരംഭിക്കാറുള്ളത്. ശിവപാർവതി സങ്കല്പമാണ് ആടിവേടന്റെ ഐതിഹ്യം. ആടിവേടൻ എന്നാണ് വിളിക്കുന്നതെങ്കിലും ആടിയും വേടനും വെവ്വേറെയാണ്. വേടൻ പരമശിവനും ആടി ശ്രീപാർവതി ദേവിയുമാണെന്നാണ് വിശ്വാസം. ചെണ്ടയ്ക്കൊപ്പം കയ്യിലുള്ള മണിയുടെ താളത്തിലാണ് തെയ്യക്കോലങ്ങൾ വീട്ടുമുറ്റങ്ങളിൽ ചുവട് വയ്ക്കുക. ആടിക്കഴിഞ്ഞാൽ വീട്ടിലെ സ്ത്രീകൾ ഗുരുസി വെള്ളവും കത്തിച്ച തിരിയുമായി പുറത്തിറങ്ങി 3 പ്രാവശ്യം ഉഴിഞ്ഞ് വടക്കോട്ട് മറിക്കും. ഇതോടെ കർക്കിടക ദോഷങ്ങൾ പടിയിറങ്ങുമെന്നാണ് കരുതുന്നത്. തുടർന്ന് ആടിവേടന് ദക്ഷിണയായി പണവും നെല്ലും തേങ്ങയും നൽകും. പ്രതിബന്ധങ്ങളെല്ലാം അതിജീവിച്ച് നാടിന്റെ ക്ഷേമത്തിനായി കർക്കിടകം 31 വരെ ഓരോ ദേശത്തെ വീടുകളിലും ചെണ്ടയുടെ താളത്തിൽ കൈമണിയും കിലുക്കി കുട്ടിത്തെയ്യം എത്താറുണ്ട്. പുതിയ കാലത്തും നാട്ടിടങ്ങളിൽ ആടിവേടനെന്ന പുരാതന പാരമ്പര്യം ഇപ്പോഴും പിന്തുടരുന്നുണ്ടെങ്കിലും ഈ അനുഷ്ഠാനം ഏതാനും ഗ്രാമങ്ങളിലേക്ക് മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണിപ്പോൾ. പുതിയ തലമുറയിലെ കുട്ടികളിൽ പാരമ്പര്യം പിന്തുടരാനുള്ള വിമുഖത വർദ്ധിച്ചതോടെ ഗ്രാമങ്ങളിലെ നടപ്പാതകളിൽ നിന്ന് ഈ തെയ്യവും വൈകാതെ അപ്രത്യക്ഷമായേക്കാം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ സർവീസ് സഹകരണ ബാങ്ക് SSLC+2 വിജയികൾക്കുള്ള അനുമോദനം സംഘടിപ്പിച്ചു. കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. പയ്യന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ഇക്കഴിഞ്ഞ SSLC+2 പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം സംഘടിപ്പിച്ചു. പയ്യന്നൂർ സ്കന്ദ റെസിഡൻസിയിൽ നടന്ന അനുമോദന പരിപാടിയുടെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ നിർവഹിച്ചു. വ്യക്തികളായി മാറിയ ശേഷം നമ്മുടെ സമൂഹത്തിലെല്ലാം വലിയ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ട ആളുകളാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ ആദ്യം വേണ്ട 1-2 ക്വാളിറ്റികളാണ് ഈ കഥയിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഇപ്പോൾ ഗാന്ധിജി ഈ കാര്യം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഉപദേശിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമയമെടുക്കാൻ കാരണം അത് അദ്ദേഹത്തിന് സ്വയം ഉള്ളൊരു തിരിച്ചറിവ് കൊണ്ടാണ്. ഞാൻ എന്താണ് എന്നുള്ളൊരു തിരിച്ചറിവ് ആദ്യം നമുക്ക് എല്ലാവർക്കും വേണം. നമ്മൾ എന്താണ്, നമ്മുടെ ക്യാരക്ടർ എന്താണ്, നമ്മുടെ സ്വഭാവങ്ങൾ എന്താണ്, നമ്മുടെ സ്ട്രോങ് പോയിന്റ്സ് എന്താണ്, നിങ്ങളുടെ വീക്ക് പോയിന്റ്സ് എന്താണ്, ഇതെല്ലാം കൃത്യമായിട്ട് നമുക്ക് സ്വയമായിട്ട് അറിഞ്ഞിരിക്കും. ബാങ്ക് പ്രസിഡന്റ് കെ ശിവകുമാർ അധ്യക്ഷത വഹിച്ചു. എം ആനന്ദൻ, കെ കുമാർ, വി സീമാബായി, കെ രാജീവൻ, KR സുഷമ, PT പ്രേംകുമാർ, കെ പത്മജ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കയാക്കിങ്ങിൽ വിസ്മയം തീർത്ത് പഴയങ്ങാടിയിലെ സ്വാലിഹ റഫീഖ്. രാജ്യത്തിനു വേണ്ടി കയാക്കിങ്ങിൽ മെഡൽ നേടുക എന്ന ലക്ഷ്യത്തോടെ ഈ രംഗത്ത് പരിശീലനം നടത്തിവരികയാണ് സ്വാലിഹ. കയാക്കിംഗ് രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തി മുന്നേറുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സ്വാലിഹ റഫീഖ്. സ്വാലിഹ റഫീഖിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത്. സ്വാലിഹ, നമസ്കാരമുണ്ട്. എന്തുണ്ട്, സുഖല്ലേ? സുഖം. ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്താണ് ആദ്യം കണ്ടത് അല്ലേ? അന്ന് തന്നെ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ ഉപ്പയും മകളും കൂടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അന്ന് എങ്ങനെയായിരുന്നു വന്നിരുന്നത്? എങ്ങനെയായിരുന്നു ആ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടത്തില്? അന്ന് റോളർ സ്കേറ്റിംഗിലായിരുന്നു എല്ലാം ചെയ്തോണ്ടായത്. എല്ലാ കൊല്ലവും ജൂൺ 5-ന് പരിസ്ഥിതി ദിനത്തിൽ സ്കേറ്റിംഗ് ചെയ്ത് ഓരോരോ സ്ഥലത്ത് വൃക്ഷത്തൈ നടലായിരുന്നു. അപ്പൊ എപ്പോഴാണ് നമ്മുടെ പുതിയ പരിപാടിയിലേക്ക് കടന്നത്? എപ്പോൾ മുതലായിരുന്നു? കയാക്കിങ്ങില് 5-ാം വയസ്സ് മുതലേ ഉണ്ട്. കോമ്പറ്റീഷനിൽ ഞാൻ പങ്കെടുത്തു തുടങ്ങുന്നത് 2023-ലാണ്. ഇപ്പൊ ഞാൻ ലാസ്റ്റ് പങ്കെടുത്തത് കോടഞ്ചേരിയില് ഇന്റർനാഷണൽ മലബാർ റിവർ ഫെസ്റ്റിവലിലാണ്. അത് വൈറ്റ് വാട്ടർ കയാക്കിംഗ് ആണ്. അത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ആരാണ് ഇതിന്റെ അകത്ത് പരിശീലനം നൽകുന്നത്? കയാക്കിങ് എനിക്ക് ഉപ്പ തന്നെയാണ് തന്നത്, പ്രാക്ടീസ് തന്നത്. വൈറ്റ് വാട്ടർ കയാക്കിംഗ് നിസ്തുൽ ജോസ്. സത്യത്തിൽ ആരാണ് റോൾ മോഡൽ? ഉപ്പയാണ് റോൾ മോഡൽ. സത്യത്തിൽ സ്വാലിഹയുടെ വിജയത്തിന് പിന്നിൽ ഉപ്പ റഫീഖിന്റെ ഒരു കഠിന പ്രയത്നമുണ്ട് അല്ലേ? അതെ, സ്വാലിഹ കുഞ്ഞുനാൾ മുതൽ സ്വാലിഹ ഞാൻ കാണുന്നതാണ്. എപ്പോഴും തായി ഉപ്പ കൂടെ ഉണ്ടാവും അല്ലേ? എന്താണ് ഇതേപ്പറ്റി പറയാനുള്ളത്?
പിന്നെ എന്താ പറയാന്ന് വെച്ചാൽ എനിക്ക് ഈ സാഹസിക മേഖലയോട് ഭയങ്കര കമ്പമായിരുന്നു. കാരണം വെച്ചാൽ എൻ്റെ 2 കാലുകൾക്കും നേരിയ സ്വാധീനക്കുറവുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ സ്വാധീനക്കുറവിനെ മറികടന്നത് എൻ്റെ സാഹസിക പ്രവർത്തനം കൊണ്ടായിരുന്നു. ഞാൻ അന്ന് ചെയ്തത് പാരാഗ്ലൈഡിങ്, പാരസൈലിംഗ്, കൺട്രോളർ, പിന്നെ റോക്ക് ക്ലൈംബിങ്, പിന്നെ ട്രക്കിങ്, അതുപോലെ മൗണ്ടൻ ബൈക്ക് സ്റ്റണ്ടിങ്, ഇതൊക്കെ ഞാൻ ചെയ്തിരുന്നു. പിന്നെ അങ്ങനെയാണ് ഞാൻ 2008 പിന്നെ മലബാർ അഡ്വഞ്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം തുടങ്ങിയത്. മലബാർ അഡ്വഞ്ചർ എന്ന് പറഞ്ഞിട്ട് അതിൽ കുറച്ച് കയാക്ക്, ഒരു 10ഓളം കയാക്ക് വാങ്ങിച്ചിട്ട് ഞാൻ കൗവായി കേന്ദ്രീകരിച്ചിട്ട് അവിടെ പിന്നെ ടൂറിസ്റ്റുകളെ കൊണ്ട്, അന്ന് ടൂറിസ്റ്റുകളായിരുന്നില്ല, അന്ന് നമ്മുടെ നാട്ടിൽ ലോക്കൽസിനായിരുന്നു ചെയ്യിപ്പിച്ചത്. പിന്നീട് ലൈസൻസ് ഓഫീസിലാക്കി ടൂറിസ്റ്റുകൾ വിദേശത്തും മറ്റേ നാട്ടിൻ്റെ വിവിധ ഭാഗത്തും വരുന്ന ആൾക്കാരെ കൊണ്ടുപോയി എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിച്ച് തിരിച്ചേക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ കയ്യിൽ ഒരു 10ഓളം കയാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മകളെ മാത്രമല്ല ഒരുപാട് ആൾക്കാരെ, ഒരു 500 പേരെ ഞാൻ പരിശീലിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ നാഷണൽ പാരാഗ്ലൈഡിൽ കയാക്കിംഗ് കോമ്പറ്റീഷനിൽ കണ്ണൂർ നടന്നത്, അതിൽ സ്വാലിയ ഫസ്റ്റ് കിട്ടി. അതിന് ശേഷമുള്ള ഞാൻ 2 പേരെയും കൂടി പങ്കെടുപ്പിച്ചു. അവർ 2ും 3ും അടിച്ചു അല്ലേ. പിന്നെ അങ്ങനെ ഇപ്രാവശ്യം മോക്കും ബേപ്പൂരിൽ നടന്ന കയാക്കിംഗ് മത്സരത്തിലും എൻ്റെ സ്റ്റുഡൻറ്റ് സ്വാലിയ അടക്കം 2 പേര്, വേറൊരാൾ കൂടിയാണ് 2ും 3ും വന്നത്. അതായത് നിരവധി നേട്ടങ്ങൾ ഈ രംഗത്ത് നേടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടല്ലേ. എന്തൊക്കെയാണ് പ്രത്യേകിച്ച് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് സ്വാലിഹയും ഉപ്പയും കൂടി നടത്തിക്കൊണ്ടിരുന്നത്? നമ്മുടെ പുഴകളെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു, എന്തൊക്കെയായിരുന്നു എന്ന് പറയാമോ? ഞാൻ കയാക്കിങ്ങിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദൂരം ചെയ്തിട്ടുണ്ടായത് 35 കിലോമീറ്റർ ആണ്. അതെന്ന് പറയുന്നത് തോട്, പുഴ, കടൽ വഴിയാണ് ചെയ്തത്. സുൽത്താൻ താടിൻ്റെ ഒരു തല മുതൽ തുടങ്ങി, അവിടുന്ന് മാട്ടൂല്, അയിക്കല്, എന്നിട്ട് അവിടുന്ന് കടലിലേക്ക്, എന്നിട്ട് കടലിൽ നിന്ന് പിന്നെയും സുൽത്താൻ തോടിലേക്ക് എത്തുന്ന വിധത്തിലാണ് ചെയ്തിട്ടുണ്ടായത്. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള പരിസ്ഥിതി സംരക്ഷണം. അത് ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ പുഴകളിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയരുതെന്നുള്ള ലക്ഷ്യം കൂടിയിട്ടാണ്. ഇപ്പോൾ ഈ ഞാൻ അവസാനമായിട്ട് കണ്ട വീഡിയോയിൽ കണ്ടിരുന്നു, വലിയ ഗർത്തങ്ങളിൽ നിന്നൊക്കെ ഉയർന്നും താഴ്ന്നൊക്കെ പോകുന്ന വളരെ പേടിപ്പിക്കുന്ന രംഗമാണ് അല്ലേ. ഉപ്പ തന്നെയാണോ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്? കൂടെ ഒരാൾ കൂടി ഉണ്ടല്ലോ നമ്മൾ നന്നായി സപ്പോർട്ട് ചെയ്യുന്നത്. അമ്മയുടെ പേരെന്ന് പറഞ്ഞ്? ജാസ്മിൻ അല്ലേ. ആ വീട്ടിൽ മറ്റാരൊക്കെയാ ഉള്ളത്? വീട്ടില് അനിയത്തിയും അനിയനും. അവരുടെ പേര് കൂടെ പറയാമോ? അനിയത്തിന്റെ പേര് സമീഹ, അനിയൻ സ്വബാഹ്. അതുപോലെ തന്നെ മോളിപ്പോ എവിടെയാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്? എന്താ പഠിക്കാൻ പോകുന്നത്? ഞാൻ ഇപ്പൊ കോതമംഗലത്ത് ഇന്ദിരാഗാന്ധി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് BSc സൈബർ ഫോറൻസിക് എടുത്ത്. ഈ വിഷയം ആരാണ് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നത്? അത് ഞാൻ തന്നെ നോക്കി പറഞ്ഞത് അല്ലേ. അപ്പൊ സ്വാലിഹ എന്താകാനാണ് ആഗ്രഹം? ഞാൻ ഇപ്പോൾ BSc സൈബർ ഫോറൻസിക് ആണ് പഠിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹമുണ്ട്. പിന്നെ കയാക്കിങ്ങിൽ നാഷണലിന് വേണ്ടിയിട്ട് ഒരു മെഡൽ അടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും രാജ്യത്തിന് വേണ്ടി ഒരു മെഡൽ നേടാൻ വേണ്ടി നിങ്ങളുടെ സ്വാലിഹയ്ക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് ഇപ്പോൾ ഉള്ളത്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പിയോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്. ജീവകാരുണ്യ സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുന്ന പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PMA സലാം അഭിപ്രായപ്പെട്ടു. തൃക്കരിപ്പൂർ പൂക്കോയ തങ്ങൾ ഹോസ്പീസ് പാലിയേറ്റീവ് ഹോം കെയർ യൂണിറ്റിൽ മിനിയോൺസ് ഒക്യുപേഷണൽ തെറാപ്പി യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃക്കരിപ്പൂർ CH സെന്ററിൽ നടന്ന ചടങ്ങിൽ MAC കുഞ്ഞബ്ദുള്ള ഹാജി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള മെഡിക്കൽ ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്നാണ് എല്ലാവർക്കും അറിയാവുന്നത്. പക്ഷെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് മുസ്ലിം ലീഗ് എങ്ങനെ വ്യത്യസ്തമാക്കുന്നു എന്നതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് നമ്മുടെ CH സംഘടന ചെയ്യുന്നത്. മാത്രമല്ല നമ്മുടെ വൈദ്യുതി അതുപോലെ നമ്മുടെ പോഷക സംഘടന, ജീവകാരുണ്യ പ്രസ്ഥാനമൊക്കെ രാജ്യത്ത് ചെയ്തു വരുന്നത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്തതാണ്. മറ്റു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മുസ്ലിം ലീഗിനെ വ്യത്യസ്തമാക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങളാണ്. പൂക്കോയത്തങ്ങൾ ഹോസ്പീസ് കോഓർഡിനേറ്റർ TS നജീബ്, മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ, PM മുനീർ ഹാജി, PKC റൌഫ് ഹാജി, ഡോക്ടർ MA അമീർ അലി, VK ബാവ, S കുഞ്ഞഹമ്മദ്, VV അബ്ദുള്ള ഹാജി, TP അഹമ്മദ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതി പ്രകാരം ഭൂരഹിതരായ 5 കുടുംബങ്ങൾക്ക് നിർമ്മിച്ച ലൈഫ് ഭവന സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ആഗസ്റ്റ് 4 തിങ്കളാഴ്ച മാതമംഗലത്ത് നടക്കും. നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതി പ്രകാരം ഭൂരഹിതരായ 5 കുടുംബങ്ങൾക്ക് 1,08,15,000 രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ലൈഫ് ഭവന സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ആഗസ്റ്റ് 4 തിങ്കളാഴ്ച നടക്കും. വൈകുന്നേരം 3:30 മാതമംഗലത്ത് നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം നിർവഹിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല സ്വാഗതം പറയുന്ന ചടങ്ങിൽ പയ്യന്നൂർ MLA TA മധുസൂദനൻ അധ്യക്ഷനാകും. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PV ബിജു റിപ്പോർട്ട് അവതരിപ്പിക്കും. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ മുഖ്യാതിഥിയാകും. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KF അലക്സാണ്ടർ, VN ഉണ്ണികൃഷ്ണൻ, MV സുനിൽകുമാർ, AV ലേജു, A പ്രാർത്ഥന, V ഷൈമ, MV അപ്പുക്കുട്ടൻ, T തമ്പാൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് KP രമേശൻ, PV വിജയൻ തുടങ്ങിയവർ സംസാരിക്കും. തുമ്പത്തടത്തെ PP ജാനകി, പെരിങ്ങോത്തെ P ധന്യ, രാമന്തളിയിലെ P തുളസി, തിരുമേനിയിലെ MS ദീപമോൾ, കരിവെള്ളൂരിലെ PV പാർവതി എന്നീ 5 പേരാണ് ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ ഉപഭോക്താക്കൾ. മാധ്യമസമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല, എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ, ഡിവിഷൻ മെമ്പർ അഡ്വക്കേറ്റ് KP രമേശൻ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി K മോഹനൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ MT അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ 15ാം വാർഷിക ദിനാഘോഷത്തിന്റെ ഭാഗമായി കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റ് SPC ദിനാഘോഷം നടത്തി. പയ്യന്നൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ CP രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ 15ാം വാർഷിക ദിനാഘോഷത്തിന്റെ ഭാഗമായി കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റ് SPC ദിനാഘോഷം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ CP രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്നേ ദിവസം 15 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വേളയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഞാൻ നേരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ വിദ്യാർത്ഥികളിലെ അർപ്പണബോധവും അച്ചടക്കവും സാമൂഹിക ബോധവും വളർത്തുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ഈ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റായി വരുന്ന കുട്ടികളിൽ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് പല ഗുണങ്ങളും നമുക്ക് കണ്ടെത്താൻ പറ്റും. നമ്മളൊരു പോലീസിൻ്റെ ഒരു ഫോഴ്സിൻ്റെ ഭാഗമാണെന്ന ചിന്ത തന്നെ നമുക്ക് മറ്റ് സാമൂഹികമായ ദുഷ്ചെയ്തികളിൽ നിന്നും പ്രവേശിക്കുന്നതിനുള്ളൊരു വിലക്ക് നമുക്ക് മനസ്സുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ചടങ്ങിൽ PTA പ്രസിഡന്റ് PV രാജേഷ് അധ്യക്ഷനായി. പ്രധാനാധ്യാപിക ലിൻഡാമ ജോൺ, PTA വൈസ് പ്രസിഡന്റ് TV സന്തോഷ് കുമാർ, ഗാർഡിയൻ പ്രസിഡന്റ് PV വിനീത, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ PV ഷൈജു, ഗിരീഷ് R, ലതീഷ് പുതിയടത്ത്, KV ചിത്രലേഖ, P ഹരിനന്ദ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് സുരക്ഷ സംബന്ധിച്ച് അവബോധ ക്ലാസും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. തായനേരി SABTM ഹയർ സെക്കൻഡറി സ്കൂളിൽ മാനേജ്മെന്റ് കമ്മിറ്റി പുതുതായി അനുവദിച്ച ഡിജിറ്റൽ ക്ലാസ് റൂമുകളുടെയും IT ലാബിന്റെയും ഉദ്ഘാടനം നടന്നു. ചടങ്ങിൽ വച്ച് സ്നേഹവീട് പദ്ധതിയുടെ നറുക്കെടുപ്പും നടന്നു. ഡിജിറ്റൽ ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനം സൊസൈറ്റി പ്രസിഡന്റ് ഇസ്മായിൽ MK നിർവഹിച്ചു. സ്കൂൾ മാനേജർ അബ്ദുൽ മുത്തലിബ് UP ലാബ് ഉദ്ഘാടനം നിർവഹിച്ചു. ഹൈസ്കൂൾ ലാബിന്റെ ഉദ്ഘാടനം എഡ്യൂക്കേഷണൽ സൊസൈറ്റി സെക്രട്ടറി ഇസ്മായിൽ S നിർവഹിച്ചു. ചടങ്ങിൽ വെച്ച് സ്നേഹവീട് പദ്ധതിയുടെ നറുക്കെടുപ്പ് സഫ്വാൻ കോയ തങ്ങൾ നിർവഹിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ മുഹമ്മദ് റഫീഖ് K അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സന്തോഷ് മാസ്റ്റർ, PTA പ്രസിഡന്റ് ജലാൽ കാങ്കോൽ, മദർ PTA പ്രസിഡന്റ് ബിന്ദു K, ഇബ്രാഹിം MK തയ്യൽ, M ബഷീർ, ശിഹാബ് MK തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. JRC സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ക്ലബ് ആൻഡ് ബുൾബുൾ വിദ്യാർത്ഥികളും അധ്യാപകരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ചെറുതാഴം സർവീസ് സഹകരണ ബാങ്ക് അഗ്രിമാർട്ടിന്റെയും പിലാത്തറ ടൗൺ ബ്രാഞ്ചിന്റെയും ഉദ്ഘാടനം ആഗസ്റ്റ് 4 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30 സഹകരണ മന്ത്രി VN വാസവൻ നിർവഹിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചെറുതാഴം ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ള പിലാത്തറ ട്രേഡ് സെന്റർ, മൾട്ടിപർപ്പസ് അഗ്രിമാർട്ട് കെട്ടിടങ്ങളിൽ വിവിധ സ്ഥാപനങ്ങൾ ആഗസ്റ്റ് 4 മുതൽ പ്രവർത്തനം തുടങ്ങും. അഗ്രിമാർട്ട് പിലാത്തറ ടൗൺ ബ്രാഞ്ച്
മെഡിക്ലിനിക്, സഹകരണ മെഡിക്കൽസ്, കോൾഡ് സ്റ്റോറേജ്, അഗ്രി നഴ്സറി, വളം ഡിപ്പോ എന്നിവയാണ് തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം തുടങ്ങുന്നത്. അഗ്രിമാർട്ടിന്റെയും പിലാത്തറ ടൗൺ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം സഹകരണ, തുറമുഖം, ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ നിർവഹിക്കും. M. വിജിൻ MLA അധ്യക്ഷത വഹിക്കും. ചെറുതാഴം ബാങ്ക് സെക്രട്ടറി EP അനിൽ റിപ്പോർട്ട് അവതരിപ്പിക്കും. മെഡിക്ലിനിക്കിന്റെ ഉദ്ഘാടനം KCCPL ചെയർമാൻ TV രാജേഷ് നിർവഹിക്കും. സഹകരണ മെഡിക്കൽസിന്റെ ഉദ്ഘാടനം ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ നിർവഹിക്കും. കോൾഡ് സ്റ്റോറേജ് ഉദ്ഘാടനം കണ്ണൂർ ജോയിന്റ് രജിസ്ട്രാർ V. രാമകൃഷ്ണൻ നിർവഹിക്കും. അഗ്രി നഴ്സറിയുടെ ഉദ്ഘാടനം നബാർഡ് DDM ജിഷിമോൻ നിർവഹിക്കും. വളം ഡിപ്പോയുടെ ഉദ്ഘാടനം കേരള ബാങ്ക് ഡയറക്ടർ KG വത്സലകുമാരി നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. പ്രമോദ്, വൈസ് പ്രസിഡന്റ് PV ശാരദ, ഡയറക്ടർ M. ശാരദ, ബാങ്ക് സെക്രട്ടറി EP അനിൽ, അസിസ്റ്റന്റ് സെക്രട്ടറി M. അഭിറാം എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ ഭാഗമായി ബാലചികിത്സാ വിഭാഗം ഗവൺമെന്റ് ആയുർവേദ കോളേജ് പരിയാരവും ചെറുതാഴം ഗ്രാമപഞ്ചായത്തും ചേർന്ന് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ ഭാഗമായി ബാലചികിത്സാ വിഭാഗം ഗവൺമെന്റ് ആയുർവേദ കോളേജ് പരിയാരവും ചെറുതാഴം ഗ്രാമപഞ്ചായത്തും ചേർന്ന് ഹെൽത്ത് ചെക്കപ്പ്, കോംപ്ലിമെന്ററി ഫീഡിംഗ് സർവേ, ബോധവൽക്കരണ ക്ലാസ് എന്നിവ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP രോഹിണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സൂപ്പർവൈസർ ഫാത്തിമത്ത് സുഹറ, ബാലചികിത്സാ വിഭാഗം പ്രൊഫസർ HOD ഡോക്ടർ മിനി S. മുരളീധരൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കാരമേൽ ALP സ്കൂളിൽ LSS വിജയികൾക്കുള്ള അനുമോദനം രക്ഷാകർതൃ സംഗമവും സംഘടിപ്പിച്ചു. പയ്യന്നൂർ നഗരസഭ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. കാരമേൽ ALP സ്കൂളിൽ LSS വിജയികൾക്കുള്ള അനുമോദനവും രക്ഷാകർതൃ സംഗമവും സംഘടിപ്പിച്ചു. പയ്യന്നൂർ നഗരസഭ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൂടുതൽ മെച്ചപ്പെട്ട നിലയിലാണ് നടന്നു വരുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു നിലയിൽ വലിയ മാറ്റങ്ങളാണ് ഈ സ്കൂളിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ്. മാനേജ്മെൻറ്റ് സ്കൂളാണെങ്കിൽ പോലും കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിലായാലും ശരി, അതുപോലെ തന്നെ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്ന കാര്യത്തിലായാലും ശരി, വളരെ ശ്രദ്ധാപൂർവമുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കുറച്ച് വർഷക്കാലമായിട്ട് ഈ സ്കൂളിനകത്ത് നടക്കുന്നത് എന്ന് പൊതുവിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന കാര്യമാണ്. വാർഡ് കൗൺസിലർ PV സുഭാഷ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് KK സനിത ടീച്ചർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ വച്ച് 2024-25 വർഷത്തെ LSS പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വയലപ്ര അണിയക്കര ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ പൂരക്കളി അക്കാദമി പുരസ്കാര ജേതാവ് വൈക്കത്ത് രാഘവൻ വയലപ്രയെ ആദരിച്ചു. നിരവധി പേർ അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു. ചെറുതാഴം വയലപ്ര അണീക്കര ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന പൂരക്കളി അക്കാദമി പുരസ്കാര ജേതാവ് വൈക്കത്ത് രാഘവൻ വയലപ്രയെ ആദരിച്ചു. ചടങ്ങിൽ ക്ഷേത്രം പ്രസിഡന്റ് P. രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ ക്ഷേത്രം അന്തിതിരിയൻ പാനക്കാരൻ വിജയൻ, ബാബു അന്തിതിരിയൻ, സതീശൻ വെളിച്ചപ്പാടൻ എന്നിവർ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. പരിപാടിയിൽ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളും ബാല്യക്കാരും പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചീമേനി കോളിയാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AG അജിത് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചീമേനി കോളിയാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. 2024-25 അധ്യയന വർഷത്തിൽ SSLCയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും LSS, USS നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AG അജിത് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതൊരു വലിയ നേട്ടം തന്നെയാണ്. ചുരുങ്ങിയ കാലഘട്ടത്തിൽ, വലിയ കാലഘട്ടമല്ല നമ്മുടെ സ്കൂള് ഹൈസ്കൂളാക്കി മാറ്റിയത്. ഈ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ ഇത്രയേറെ പുരോഗതിയിലേക്ക് നമ്മുടെ സ്കൂൾ കയറിയത് അത് ഇവിടുത്തെ നാട്ടുകാരുടെയും PTA-യുടെയും അതുപോലെ അധ്യാപകരുടെയും കുട്ടികളുടെയും ഒക്കെ കൂട്ടായ്മയിൽ രൂപപ്പെട്ട വലിയ
പ്രയത്നത്തിന്റെ ഫലമാണ്. അങ്ങനെ നമ്മൾ പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതും മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും. അതാണ് നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വളർച്ച അതാണ് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം ഈ സ്കൂളുകളെ ഒക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലേക്കാക്കി. UP സ്കൂൾ വരെയുള്ളത് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലേക്കും ആക്കി. അതിനുശേഷം എത്രയാ പണ്ട് നമുക്ക് ഓരോ പ്രശ്നങ്ങളും കൃത്യമായിട്ട് അറിയുവാനും അത് പരിഹരിക്കുവാനും ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും അതുപോലെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ വലിയ തുകയാണ് ഇപ്പോൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെയാണ് സർക്കാർ നേരിട്ട് നൽകുന്ന തുക. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്കൂളിന് അനുവദിച്ച വാട്ടർ പ്യൂരിഫയറിന്റെ ഉദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ശകുന്തള നിർവഹിച്ചു. PTA പ്രസിഡന്റ് M ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ AK ഷൌക്കത്ത് അലി, SMC ചെയർമാൻ കരുണാകരൻ, മദർ PTA പ്രസിഡന്റ് B സന്ധ്യ, സീനിയർ അസിസ്റ്റന്റ് മനോജ് P, സ്റ്റാഫ് സെക്രട്ടറി P സുധീർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ആശാ വർക്കേഴ്സ് അടക്കമുള്ള സ്കീം വർക്കേഴ്സിനെ കേന്ദ്ര സർക്കാർ തൊഴിലാളികളായി അംഗീകരിക്കണമെന്ന് ആശാ വർക്കേഴ്സ് യൂണിയൻ പയ്യന്നൂർ മുനിസിപ്പൽ സമ്മേളനം അധികൃതരോട് ആവശ്യപ്പെട്ടു. CITU ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കേഴ്സ് അടക്കമുള്ള സ്കീം വർക്കേഴ്സിനെ കേന്ദ്ര സർക്കാർ തൊഴിലാളികളായി അംഗീകരിക്കണമെന്ന് ആശാ വർക്കേഴ്സ് യൂണിയൻ പയ്യന്നൂർ മുനിസിപ്പൽ സമ്മേളനം അധികൃതരോട് ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് P മിനി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CITU ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ പണിമുടക്കമാണ്. ആ പണിമുടക്കം എന്ന് പറയുന്നത് തൊഴിലാളികളാകെ വലിയ തോതിലുള്ള ദുരിതം അനുഭവിക്കുന്നത് എന്തൊക്കെയാണ്, അതിനെ എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റ് കാണുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും അത് പരിഹരിക്കാനും ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിച്ചിട്ട് പരിഗണിക്കാതിരിക്കുമ്പോൾ നിഷേധിക്കാൻ വേണ്ടിയാണ് പണിമുടക്കം സംഘടിപ്പിച്ചിട്ടുള്ളത്. ആ പണിമുടക്കത്തിൽ നമ്മുടെ നാട്ടിലെ കർഷക തൊഴിലാളികളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പണിമുടക്കത്തോടൊപ്പം ചേരുന്ന സാഹചര്യമുണ്ടായിട്ടുണ്ട്. അവസ്ഥ വലിയ തോതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. സാധാരണയായിട്ട് തൊഴിലാളികൾ പ്രക്ഷോഭം സംഘടിപ്പിക്കുക പണിമുടക്കുക എന്ന് പറയുന്നത്. ആശാ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് N ശ്രീജ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് P പ്രീത, ഏരിയ സെക്രട്ടറി C സുജാത, MV സുമ, KV പ്രസന്ന, MP സുചിത്ര എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി ഉഷ ദാമോദരൻ, മിനി P, പ്രസന്ന KV, ആശാ ബാലകൃഷ്ണൻ, സുമ NV, വിമല PV, ശൈലജ PV എന്നിവരെ തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. KPSTA ജില്ലാ യൂത്ത് ഫോറം മാടായിപ്പാറയിൽ മഴ നനയൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി PP ഹരിലാൽ ഉദ്ഘാടനം ചെയ്തു. KPSTA ജില്ലാ യൂത്ത് ഫോറം മാടായിപ്പാറയിൽ മഴ നനയൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി PP ഹരിലാൽ ഉദ്ഘാടനം ചെയ്തു. അധ്യാപക സംഘടനയെ സംബന്ധിച്ച് നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ച് അടുത്ത തലമുറ എന്നുള്ള രീതിയിൽ അധ്യാപക സംഘടനാ പ്രവർത്തനം അവർ പരിചയപ്പെടേണ്ടത്, അധ്യാപക സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അതിൻ്റെ വിഷയങ്ങൾ അവർ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജൈവ വൈവിധ്യങ്ങളുടെ കലവറ എന്നുള്ള രീതിയിൽ മാടായിപ്പാറയിൽ KPSTയുടെ ഒരു യൂത്ത് ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കുകയും ജില്ലാ പ്രസിഡന്റ് UK ബാലൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ യൂത്ത് ഫോറം ചെയർമാൻ A രാഗേഷ്, PV അനിൽകുമാർ, K റീന, A പ്രേംജി തുടങ്ങിയവർ സംസാരിച്ചു. പരിസ്ഥിതി പ്രവർത്തകൻ SP മധുസൂദനൻ ക്ലാസ് എടുത്തു. ജൂതക്കുളം, വടുകുന്ന തടാകം, മാടായിക്കാവ്, വള്ളിക്കാട്, ദാരികൻകോട്ട, ബട്ടർഫ്ലൈ പാർക്ക് എന്നിവിടങ്ങളിൽ സന്ദർശനവും നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കോട് മണൽത്തിട്ട രൂപപ്പെട്ടതിനാൽ പാലക്കോട് ചൂട്ടാട്ട് അഴിയിലൂടെയുള്ള യാനങ്ങളുടെ സഞ്ചാരം ആഗസ്റ്റ് 1 മുതൽ 2 ആഴ്ചത്തേക്ക് ജില്ലാ കലക്ടർ നിരോധനമേർപ്പെടുത്തി. ജില്ലാ ഭരണകൂടത്തിന്റെ ഈ പ്രതികാരാത്മകമായ നടപടി പിൻവലിക്കണമെന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ. അഴിമുഖത്തടിഞ്ഞ മണൽ നീക്കം ചെയ്യൽ പ്രവൃത്തി അടിയന്തിരമായി ആരംഭിക്കുമെന്ന് പയ്യന്നൂർ കല്യാശ്ശേരി MLA-മാരുടെ സാന്നിധ്യത്തിൽ രാമന്തളി പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനം.
കഴിഞ്ഞ ദിവസം അന്തരിച്ച പയ്യന്നൂരിലെ പ്രമുഖ കോൺഗ്രസ് നേതാവ് എം നാരായണൻകുട്ടിയുടെ കുടുംബത്തെ KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫും രാജ്മോഹൻ ഉണ്ണിത്താൻ MPയും സന്ദർശിച്ചു. എം നാരായണൻകുട്ടിയുടെ വിയോഗം കോൺഗ്രസ് പാർട്ടിക്ക് തീരാ നഷ്ടമെന്ന് നേതാക്കൾ. തെയ്യങ്ങളുടെ നാട്ടിൽ കുട്ടിത്തെയ്യങ്ങളുടെ കാലം കൂടിയാണ് കർക്കടകം. പഞ്ഞമാസം എന്ന് വിളിപ്പേരുള്ള കർക്കടകത്തിൽ ആദിവ്യാധികൾ അകറ്റി ഐശ്വര്യപൂർണമായ ചിങ്ങത്തെ വരവേൽക്കാനായാണ് ആടിവേടൻ തെയ്യം വീടുകളിലേക്ക് എത്തുന്നത്. കയാക്കിങ്ങിൽ വിസ്മയം തീർത്ത് പഴയങ്ങാടിയിലെ സ്വാലിഹ റഫീഖ്. രാജ്യത്തിനു വേണ്ടി കയാക്കിങ്ങിൽ മെഡൽ നേടുക എന്ന ലക്ഷ്യത്തോടെ ഈ രംഗത്ത് പരിശീലനം നടത്തിവരികയാണ് സ്വാലിഹ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.